പശ്ചിമേഷ്യയിൽ കരസേന ഇറങ്ങിയെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ അറിയിച്ചതിന് പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി ഇറാൻ. കരസേന ഇറക്കി നടത്തുന്ന ഏതുതരം അധിനിവേശവും ദുരന്ത സമാനമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും പേർഷ്യൻ കടലിലെ സ്രാവുകൾക്ക് അവർ നല്ല ഭക്ഷണമായിരിക്കുമെന്നും ഇറാൻ സൈന്യം പ്രതികരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച കരസേനാ നീക്കം വൈകാതെ ഉണ്ടായേക്കുമെന്ന സാധ്യത മുൻനിർത്തി ഇറാൻ ഒരുക്കങ്ങൾ തകൃതിയാക്കിയിട്ടുണ്ട്. രാജ്യത്തുടനീളം കരസേനയ്ക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയ ഇറാൻ ഇറാഖ് അതിർത്തിയിലും ഹോർമൂസിനോട് ചേർന്ന തെക്ക് കിഴക്കൻ മേഖലയിലും വിന്യാസം ശക്തമാക്കി. കരയുദ്ധം നടത്തരുതെന്ന് രാജ്യത്ത് മുറവിളി ശക്തമാകുന്നതിനിടെയാണ് ഇസ്രായേൽ സമ്മർദ്ദത്തിന് വഴങ്ങി ട്രംപ് കൂടുതൽ സൈനികരെ എത്തിക്കുന്നത്. രാജ്യം പിടിക്കൽ തനിക്ക് ലക്ഷ്യമല്ലെന്ന് പറയുന്ന ട്രംപ് പക്ഷേ ഇറാൻ എണ്ണ കയറ്റുമതി ടെർമിനലായ ഗാർഗ് ദ്വീപ് പിടിക്കുന്നത് വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ്. ഇറാന്റെ 90% എണ്ണയും ഇതുവഴിയാണ് കയറ്റിപ്പോകുന്നത്. ഇവിടെ കരസേനയെ വിന്യസിക്കുന്നത് പക്ഷേ അപകടകരമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൈനിക വിന്യാസ സാധ്യത കണക്കിലെടുത്ത് ഇറാൻ പ്രദേശത്ത് പ്രതിരോധമുറപ്പിക്കുന്ന തിരക്കിലാണ്. ഇതിനു പുറമെ ഡ്രോൺ മിസൈൽ ആക്രമണം കൂടിയാകുമ്പോൾ US-ന് കാര്യമായ പുരോഗതി ഉണ്ടാക്കാനാകുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഗാർഗ് ദ്വീപിനൊപ്പം ഹുർമൂസിലെ തന്ത്രപ്രധാനമായ മറ്റു ദ്വീപുകളും പിടിക്കുകയെന്ന ശ്രമകരമായ സ്വപ്നവും US പ്രസിഡന്റിനുണ്ട്. ഇതിനിടെ US-നെ ലക്ഷ്യമിട്ട് ഖര ഇന്ധന എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയ. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഈ പരീക്ഷണം നിർണായകമാണെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ അവകാശപ്പെട്ടു. അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകൾ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ തങ്ങളുടെ ആയുധശേഖരം ആധുനികവൽക്കരിക്കാനുള്ള നീക്കമായാണ് നിരീക്ഷകർ ഇതിനെ കാണുന്നത്. 2019 US പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിന് ശേഷം ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഉത്തര കൊറിയ. ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന വ്യവസ്ഥ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഉത്തര കൊറിയ. ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്താക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക നടത്തുന്നത് ആഗോള ഭരണകൂട ഭീകരതയാണെന്ന് കിം ജോങ് ഉൻ കുറ്റപ്പെടുത്തിയിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്കൻ സൈന്യത്തിന് കനത്ത ആൾനാശവും സാമ്പത്തിക നഷ്ടവും ഉണ്ടായതായി റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷത്തിൽ ഇതുവരെ 20ഓളം US യുദ്ധവിമാനങ്ങളും അത്യാധുനിക MQ-9 റീപ്പർ ഉൾപ്പെടെ നിരവധി ഡ്രോണുകളും തകർക്കപ്പെട്ടതായാണ് വിവരം. ശതകോടികളുടെ നഷ്ടം വരുത്തി മേഖലയിലെ 10ഓളം US റഡാർ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥ എയ്ലൻ മകസ്കർ നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. കണക്കുകൂട്ടൽ പ്രകാരം 1.4 ബില്യൺ മുതൽ 2.9 ബില്യൺ ഡോളർ വരെയാണ് അമേരിക്കയുടെ നഷ്ടം. പഴയ വിമാനങ്ങൾക്ക് പകരം പുതിയത് വാങ്ങേണ്ടി വരുമ്പോൾ ഈ തുക ഇനിയും വർദ്ധിക്കുമെന്നും അവർ വ്യക്തമാക്കി. ചുരുക്കത്തിൽ ഇറാനെ തൊട്ട അമേരിക്കയും ഇസ്രായേലും ശരിക്കും പെട്ടിരിക്കുകയാണ്. ഈ യുദ്ധം നാളിതുവരെ നേരിടാത്ത അനുഭവങ്ങളാണ് ട്രംപിനും നെതന്യാഹുവിനും നൽകുന്നത്.